വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മൂസക്കോയ നടുവണ്ണൂർ. ഞാൻ അവനെപ്പോലെയായില്ലല്ലോ, അവളെപ്പോലെ പാടാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അദ്ദേഹത്തെപ്പോലെ എനിക്കും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഈ രീതിയിൽ പലരും ചിന്തിക്കാറുണ്ടല്ലോ. എന്നാൽ എനിക്ക് അവനെപ്പോലൊരു ധിക്കാരിയാവാൻ കഴിഞ്ഞില്ലല്ലോ, അവളെപ്പോലെ ഞാനൊരു മുടന്തിയായില്ലല്ലോ, അവനെപ്പോലെ ഞാനൊരു പോക്കറ്റടിക്കാരനായില്ലല്ലോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. ജീവിതത്തിൻ്റെ നന്മകൾ മാത്രം സ്വീകരിക്കാനും തനിക്ക് ഗുണപരമല്ലാത്തതെല്ലാം നിരാകരിക്കാനുമുള്ള മനുഷ്യൻ്റെ അത്യാഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളുമാണ് അവനെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജനിതക ഘടനയും കഴിവും അഭിരുചികളും അയാൾക്ക് മാത്രമാണ് ഉണ്ടാവുക. ഏതൊരാൾക്കും അടിസ്ഥാനപരമായി വേണ്ടത് ഈയൊരു ചിന്തയാണ്. വളരാനും ഉന്നതങ്ങളിലെത്താനും ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഊർജവും ശക്തിയും ഓരോരുത്തരിലുമുണ്ട്. ഈ വിഷയത്തിൽ മഹാത്മാഗാന്ധി പറയുന്നത് കേൾക്കുക. മനുഷ്യർ അവരെന്താണെന്ന് വിശ്വസിക്കുന്നുവോ അതാണ് ആയിത്തീരുന്നത്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുകയില്ലെന്ന് വിശ്വസിച്ചാൽ അത് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ അസാധ്യമായവ പോലും കഴിയുമെന്ന് വിചാരിച്ചാൽ കഴിയും. ഇഫ് യു തിങ്ക് യു ക്യാൻ ആൻഡ് ഇഫ് യു തിങ്ക് യു കനോട്ട് ബോത്ത് ആർ ട്രൂ എന്ന ഇംഗ്ലീഷ് ചൊല്ലും ഇതുതന്നെയാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ സാഹചര്യവും കുടുംബാന്തരീക്ഷവും ഒരുപക്ഷെ മോശമായിരിക്കാം. രോഗങ്ങളോ ശാരീരികമായ വൈകല്യങ്ങളോ അതുപോലുള്ള മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാവാം. തൊഴിലില്ലായ്മയാലുള്ള അരക്ഷിതബോധം, സൗന്ദര്യമില്ലെന്ന തോന്നൽ, രക്ഷിതാക്കളുടെ പ്രതീക്ഷ, പ്രായം കൂടി വരുന്നല്ലോ എന്ന ചിന്ത, ഇങ്ങനെ നൂറുകണക്കിന് ചിന്തകളാണ് ഓരോരുത്തരെയും പിറകോട്ട് വലിക്കുന്നത്. എന്നാൽ ഇവയൊന്നും തന്നെ വിജയത്തിലേക്കുള്ള തടസ്സങ്ങളല്ല. ഉറച്ച ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ, അത് തീവ്രവും ആണെങ്കിൽ, വിജയിക്കണമെന്ന വാശിയുമുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ നമ്മുടെ മുമ്പിലുള്ളത് വലിയൊരു ലോകം തന്നെയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഓരോ സ്വപ്നവും വിജയത്തിലേക്കുള്ള വിവിധ വഴികൾ മുന്നിൽ തുറന്നു തരും. വലിയ ആശയങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ശുഭാപ്തിവിശ്വാസത്തിൻ്റെയും തോഴനായ എഡിസൺ പറയുന്നു, നിങ്ങൾക്ക് ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പരിമിതികളും ഇല്ല. നിങ്ങൾ പരിധി കൽപ്പിക്കുന്നില്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ചരിത്രത്തിൽ സ്ഥാനമുണ്ട്. ആ സ്ഥാനം വേറെ ഒരാൾക്കും നികത്താനാവില്ല. നിങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ നിങ്ങളും ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തണം. ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവ് അവശേഷിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണം. കഥാകൃത്ത് എന്ന നിലയിൽ ഒരാൾ വേറിട്ട ഒരു വഴി സ്വീകരിക്കുകയാണെങ്കിൽ അയാൾ ആ രംഗത്ത് തെളിവ് അവശേഷിപ്പിച്ചുവെന്ന് പറയാം. അധ്യാപകൻ വ്യത്യസ്തമായി പഠിപ്പിച്ചും സേവനം ചെയ്തും സ്ഥാപനത്തിൽ നിന്ന് പിരിയുമ്പോൾ അദ്ദേഹം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതിന് തെളിവ് അവശേഷിപ്പിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനെയാണ് വ്യത്യസ്തനാവാൻ കഴിയുക? ഏറ്റവും നന്നായി പഠിച്ചും ഏറ്റവും നന്നായി വരച്ചുമെല്ലാം നിരവധി കുട്ടികൾ മുൻ വർഷങ്ങളിലും കടന്നുപോയിട്ടുണ്ടാകാം. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറിട്ടൊരു വിദ്യാർത്ഥിയായി മാറുമ്പോൾ ആ കുട്ടി ആ വിദ്യാലയത്തിൽ പഠിച്ചിരുന്നു എന്നതിന് തെളിവ് അവശേഷിപ്പിക്കുന്നു. സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള ബോധ്യം അഥവാ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും അതിന് കഴിയും. കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നവരല്ല, കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നവരാണ് വിജയിച്ചവർ എന്ന വാക്കുകൾ നമുക്കിവിടെ ഓർക്കാം. മൂസക്കോയ നടുവണ്ണൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.